പ്രാപ്തരാക്കുന്നു. 2010 ഓഗസ്റ്റ് 2-ാം തീയതി ആരംഭിച്ച ഈ പദ്ധതി തുടക്കത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പഠിക്കും. ഏറെ സ്നേഹത്തോടെ അഭിവാദ്യം സ്വീകരിക്കുന്നതിന് വേണ്ടി അവരുടെ സല്യൂട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഏറെ സ്നേഹത്തോടെ ദയവായി ക്ഷണിക്കുകയാണ്. അഭിവാദ്യം സ്വീകരിക്കുന്നതിന് വേണ്ടി നക്ഷത്രങ്ങളായ സംസ്ഥാനത്തിന്റെ അഭിമാന സേനയായ കേരള പോലീസിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന പോലീസ് യൂണിഫോം ധരിച്ച ചെറുപ്രാശ ഇപ്പോൾ കാഞ്ഞങ്ങാട് സബ്ഡിവിഷനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ബാബു ഞങ്ങളുടെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അഭിവാദ്യം സ്വീകരിക്കുന്നതിന് വേണ്ടി തികഞ്ഞ ആത്മാഭിമാനത്തോടെ ചടങ്ങാണ് ഇവരോട് നടക്കാൻ പോകുന്നത്. Parade ready for inspection, sir. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ വിദ്യാർത്ഥികളിലുള്ള കായികക്ഷമതയും മൂല്യബോധവും വളർത്തുകയും സാമൂഹ്യ സാന്ത്വനായി മനസ്സും കണ്ണുകളും ഏകോപിപ്പിച്ച് അച്ചടക്കത്തോടെ ഭാവിയുടെ രത്നങ്ങളായ SPCയുടെ കർമ്മധീരനായി കേഡറ്റുകളെ ഓരോരുത്തരെയും വീക്ഷിച്ചുകൊണ്ട് വിശിഷ്ടാതിഥി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നൂറ്റാണ്ടിന്റെ വരുന്ന നീതിയും ഭരണഘടനയും മാനവികതയും സഹജീവി സ്നേഹവും നെഞ്ചിലേറ്റി ഈ കേഡറ്റുകൾ ഒരു രാഷ്ട്രത്തിന്റെ സകല ആദരങ്ങളും അർഹിക്കുന്നു. പതാകയും SPC പതാകയും സ്കൂൾ പതാകയും എന്നീ പതാകവാഹകരെ പരേഡിന്റെ ഭാഗമാകാൻ ക്ഷണിച്ചിരിക്കുകയാണ്. പരേഡ് കമാൻഡർ പരേഡ് ഗ്രൗണ്ടിലേക്ക് ആനയിക്കപ്പെട്ട ദേശീയ പതാക ആദരിക്കുന്ന ചടങ്ങ് നടക്കുമ്പോൾ ദേശീയ ഗാനം ഒഴുകുന്നതാണ്. ഈ സമയം യൂണിഫോം ധരിച്ച മുഴുവൻ ആളുകളും സല്യൂട്ട് നൽകേണ്ടത് മറ്റുള്ളവർ
എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആദരവ് പ്രകടിപ്പിക്കേണ്ടതുമാണെന്ന് ഏറെ ബഹുമാനപൂർവ്വം അറിയിക്കുകയാണ്. ഞാൻ ഉത്തരവാദിത്തബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും സഹജീവി സ്നേഹവും പ്രകൃതി സ്നേഹവുമുള്ള ഉത്തമ പൗരനായി ജീവിക്കുമെന്നും പ്രഖ്യാപിത നിയമവ്യവസ്ഥയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പൂർണ്ണമായി വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ സ്വമേധയാ അനുസരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. തികഞ്ഞ അഭിമാനത്തോടെ മനസ്സംഘടനകളെ മേഘോപിച്ച് അച്ചടക്കത്തോടെ ഭാവിയുടെ വിത്തകളായ SPCയുടെ കർമ്മധീരരായി കേരളത്തിലില്ല പേരുപരിപ്പിക്കുന്ന ഓരോ ക്രൈസ്തവരിലും അഭിമാനം പേരുകളിക്കുന്ന അച്ചടക്കം ഒട്ടുമുക്കെ വിളിച്ചിരുന്ന മാർച്ച് പാസ്റ്റാണ് ഇവിടെ നടക്കുന്നത്. ഫെഡറൽ കമാൻഡർ ദേവിക മുരളിയും സെക്കൻഡ് കമാൻഡർ ദില്ലിയും നയിക്കുന്ന 132 സ്ഥാനത്തിലൂടെ മാർച്ച് പാസ്റ്റാണ് അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട് ഈ പരിശ്രമത്തിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിറഞ്ഞ കല്ലുകളോട് ഈ പാസ്റ്റിനോട്ട് പറയരുതെന്ന് ഈ മാർച്ച് പാസ്റ്റ് സ്വീകരിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന് മുഴുവൻ ആളുകളും നിറഞ്ഞ കല്ലുകളോടുകൂടി ഈ മാർച്ച് പാസ്റ്റ് സ്വീകരിക്കുന്ന രീതിയിലേക്ക് എത്തിക്കുക. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മടിക്കലിൽ സുരേഷിൽ നിൽക്കുന്ന ആദ്യ പ്ലറ്റൂണാണ് അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മടിക്കലില് ഈ ഡയസ്രമിൽ കൂടി കടന്നു പോകുന്നത്. തികഞ്ഞ ആത്മാഭിമാനത്തോടെ മുഖ്യാതിഥിയിൽ സല്യൂട്ട് സ്വീകരിച്ചുകൊണ്ട് കടന്നു പോവുകയാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാസ്പിറ്റലിലെ ഫാത്തിമത്ത് സഫ നയിക്കുന്ന 4ാമത്തെ പ്ലറ്റൂൺ. SRM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രാംനഗറില് രാഹുൽ കെ ചന്ദ്രൻ നയിക്കുന്ന 5ാമത്തെ പ്ലറ്റൂണാണ് വിശിഷ്ടാതിഥിയിൽ നിന്നും സല്യൂട്ട് സ്വീകരിച്ചുകൊണ്ട് കടന്നു പോകുന്നത്. SRM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രാംനഗറിലെ ശ്രീലക്ഷ്മി രാജേഷ് നയിക്കുന്ന 6ാമത്തെ പ്ലറ്റൂണാണ് ഇപ്പോൾ ഡയസിന് മുന്നിൽ കൂടി സല്യൂട്ട് കാത്തുസൂക്ഷിക്കുന്നതിന് കഴിവും കാര്യക്ഷമതയുമുള്ള ഉത്തമ പൗരന്മാരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും പോലീസ് വകുപ്പും മറ്റു ചില വകുപ്പുകളുടെ സഹായത്തോടെ വിദ്യാലയങ്ങൾ നടപ്പിലാക്കി വരുന്ന SPC ചാർട്ടുകളുടെ 132 വിദ്യാർത്ഥികളുടെ മാർച്ച് പാസ്റ്റാണ് ഇപ്പോൾ രീതിയിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
കുട്ടികളെ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, നാട്ടുകാരെ, സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. 2010 ആഗസ്റ്റ് 2 കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ വലിയ ഒരു മാറ്റം, വലിയ നൂതനമായിട്ടുള്ളൊരു പദ്ധതി കേരള പോലീസ് ആവിഷ്കരിച്ച ദിനമാണ് അന്ന്. 2010 ഓഗസ്റ്റ് മാസം 2-ാം തീയതി. നമുക്കറിയാം, ഇന്ത്യയുടെ തീരപ്രദേശത്ത് കൂടി ഭീകരരായിട്ടുള്ള ആൾക്കാർ ഇന്ത്യയുടെ ബോംബെ തുടങ്ങിയ തീരപ്രദേശങ്ങൾ ആക്രമിച്ച് കീഴടക്കിയപ്പോൾ നമുക്കൊരു കാര്യം ബോധ്യമായി, ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ അത്രത്തോളം ശ്രദ്ധയില്ല എന്ന്. അന്ന് കേരള പോലീസിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്ത്, കേരളത്തിൽ, നമ്മുടെ സംസ്ഥാനത്ത് കടലോര ജാഗ്രതാ സമിതി എന്നുള്ള ഒരു സമിതി രൂപീകരിക്കുകയും അതോടുകൂടി തീരപ്രദേശത്തെ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം പോലീസിന് അല്ലെങ്കിൽ നാട്ടുകാർക്ക് ജാഗ്രതാ സമിതിക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, ചുരുക്കം സ്കൂളുകളിൽ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതി നടപ്പിലാക്കി. അന്ന് സ്റ്റുഡൻറ് പോലീസ് പദ്ധതി നടപ്പിലാക്കുമ്പോൾ അവരുടെ വിദ്യാഭ്യാസത്തെ പ്രതികൂലമായി ബാധിക്കും എന്നും അവർ ഇത്തരം കാര്യങ്ങൾ മുന്നിട്ട് നിൽക്കുകയും അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ അവർക്ക് പുറകോട്ട് മാറി. ഇന്ന് 10ാം ക്ലാസ്സിലെ റിസൾട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ആദ്യം 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ, ആ പരീക്ഷ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും തുടർന്ന് ഈ സമൂഹത്തിലേക്ക് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള നിരവധി ക്ലാസ്സുകളും നിരവധി അനുഭവങ്ങളും അവരോട് ചോദിച്ചതിൽ സ്റ്റുഡൻറ് പോലീസ് ആയതിൽ നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞിരിക്കുന്നു, എനിക്ക് 4 ആളുകളുടെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ധൈര്യം പറഞ്ഞു കൊടുത്തപ്പോൾ എത്ര മനോഹരമായിട്ടാണ് ആ പെൺകുട്ടി സംസാരിച്ചത്. അതാണ് ആ പെൺകുട്ടി പറഞ്ഞത്, എനിക്ക് ആളുകളെ അഭിമുഖീകരിക്കാൻ, എനിക്കൊരു സദസ്സിനെ അഭിമുഖീകരിക്കാൻ ഏറ്റവും ധൈര്യം നല്ലത് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റാണ് എന്നുള്ളതാണ്. നിങ്ങളെല്ലാവരും കാക്കി യൂണിഫോം ധരിച്ചു നിൽക്കുന്ന ആളുകളാണ്. എന്താണ് യൂണിഫോം? നിങ്ങൾ പല വീട്ടിൽ നിന്ന് വരുന്ന ആളുകളുണ്ടാവും, സാമ്പത്തികമായി ഉയർന്ന വീട്ടിൽ നിന്ന് ആളുകളുണ്ടാവും, വലിയ സ്വാധീനമുള്ളതിന് എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.